തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ ടി.വി.കെ സർക്കാർ അധികാരമേറ്റതോടെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാവുകയാണ്. അതിർത്തി ജില്ലയായ തേനി ഉൾപ്പെടെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടി ആക്കുമെന്നതായിരുന്നു ടി.വി.കെയുടെ പ്രധാന പ്രചരണം. ഇത് പെരിയാറിന്റെ തീരദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന നിലപാടിലാണ് സമരസമിതി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റതിന് പിന്നാലെ പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്ന തിരക്കിലാണ്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയാക്കുമെന്നായിരുന്നു ടി.വി.കെയുടെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന്. ഈ ഉറപ്പ് തേനി ജില്ലയിലെ കർഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടാക്കിയത്. ഇവിടെ 2 മണ്ഡലങ്ങളിൽ ടി.വി.കെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടിടത്ത് പുതിയ സർക്കാർ മാറ്റം കൊണ്ടുവരുമെന്നാണ് കർഷക സംഘടനകളുടെ പ്രതീക്ഷ. ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് എത്തിക്കാൻ ടി.വി.കെ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയേക്കും. ഇതാണ് പെരിയാർ തീരദേശവാസികളിൽ ആശങ്കയ്ക്കിടയാകുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേസിൽ അടിയന്തര ഇടപെടൽ നടത്താൻ തമിഴ്നാട് സർക്കാരിന് കഴിയില്ല. ഡാമിന്റെ സുരക്ഷാ പരിശോധനയുടെയും റിമോട്ട് സെൻസറിംഗ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള ആന്തരിക പഠന റിപ്പോർട്ടും പുറത്തുവരേണ്ടതായുണ്ട്. ഇതിനുശേഷമേ മറ്റു തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ 5-അംഗ ബെഞ്ചിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ കീഴിലുള്ള ബെഞ്ചിന്റെ കീഴിൽ നിലനിൽക്കുകയും അതിനുശേഷം വന്ന കോടതി ഉത്തരവുകളെല്ലാം അടിസ്ഥാനത്തിൽ 2023 പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഒരു വിധിയുണ്ടായി. അടിയന്തരമായി തമിഴ്നാടും കേരളവും ചേർന്നുകൊണ്ട് ഈ ഡാമിന്റെ ഘടനയെക്കുറിച്ച് പഠനം നടത്തണമെന്നും ഡാം സേഫ്റ്റി ഇവാലുവേഷൻ നടത്തി കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് മേൽനോട്ട സമിതിയിൽ നിന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. DMK, AIADMK പാർട്ടികളും ജലനിരപ്പ് 182 അടിയിൽ എത്തിക്കുമെന്ന നിലപാട് തന്നെയാണ് നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നത്. ഓരോ തിരഞ്ഞെടുപ്പിലും തമിഴ്നാട്ടിലെ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നു മാത്രമാണ് ടി.വി.കെയുടെ ഭാഗത്തുനിന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് വിലയിരുത്തൽ. ജനം, ഇടുക്കി.